പകിടകളിയില്ലാത്ത ഓണം കോട്ടയത്തുകാർക്ക് ഒന്ന് ആലോചിക്കാൻ പോലും പറ്റില്ല. പകിടകളി എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അതെന്താണെന്നറിയാമോ? ഈ പകിടകളി ഇല്ലല്ലേ? എന്താ കണ്ടോളൂ. ആവേശം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അതും ഇല്ലല്ലേ? എന്താവാ കണ്ടിട്ട് വരാം. ഓണത്തിന് മാവേലി മാത്രമല്ല കേട്ടോ, കോട്ടയത്തുകാർക്ക് വേറൊരു കാര്യം കൂടി എത്തും. എന്താന്നല്ലേ? പകിടകളി. മുക്കിലും മൂലയിലൊക്കെ പകിടകളിയാ, അങ്ങ് വീര്യം കൂടിയ കളിയാ. ഇനി പകിടകളി എന്താണെന്ന് ചോദിച്ചാൽ, പണ്ട് കൗരവരും പാണ്ഡവരും ഒക്കെ കളിച്ചിരുന്നു. ചൂതുകളി എന്നാണ് പറഞ്ഞിരുന്നേ. അതിൻ്റെ ലേറ്റസ്റ്റ് രൂപമാണ് ഈ പകിടകളി. അവർക്ക് കിട്ടുന്ന ഓരോ പോയിന്റും അവരെങ്ങനെയാണ് ആവേശമാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. മണികിലുങ്ങുന്ന പകിട ഉരുട്ടി ഓരോ പോയിന്റ് നേടുമ്പോഴും കളിക്കാരുടെ ആവേശം, അവരെ സപ്പോർട്ട് ചെയ്യുന്ന കാണികളുടെ ആവേശം, അതൊക്കെ ഒരു വേറെ ലെവലാണ്. സ്ഥിരമായി കാണാൻ വരുന്നത് സ്ഥിരമായിട്ട് കാണുന്നോ? ഭയങ്കര ആവേശം. ഞങ്ങൾ പറയുന്ന കളിയെന്ന് പറഞ്ഞാൽ ഇത് ശരിയായ പകിടകളി. ശകുനിയാണ് ഇതിന്റെ മെയിൻ. ഇത് അർത്ഥവത്തായ കളിയാണിത്. ഇതെന്താ ഈ പോയിന്റ് എങ്ങനെ എഴുതുന്നേ? പകടയിൽ വീഴുന്ന എണ്ണം അനുസരിച്ചിട്ടാണ് പകടയിൽ എണ്ണം എഴുതുന്നത്. അതായത് 2 പകടയാണ് ഉരുട്ടുന്നത്. ഇതിൽ 1 തൊട്ട് 12 വരെ 6 വരെ എണ്ണമുണ്ട് 2 പകടയിലും. 2ലും 6 വീണ 12 ആവും, 2ലും 1 വീണ പുട്ടുപകടയാവും. അതാണ് ഈ പറയുന്നത്. അത് 1 തൊട്ട് 6 വരെ എണ്ണം 2 പകടയിലുമുണ്ട്. ഇത് ആരുരുട്ടുന്നു, ആര് വീഴുന്ന എണ്ണമാണ്, അതാണ് ആ കളി ഓർക്കുന്നത്. ഇത് 4 കൊമ്പാണ്. ഇത് കളിക്കുന്നിടത്ത് കളി. ഇപ്പം ഇത് കണ്ടോ, ഒരു പകടയെ 4, ഒരു പകടയെ കണ്ണുവിട്ടു. അതാണ് 5 എണ്ണം എന്ന് പറയുന്നത്. ഈ പകട വീഴുന്ന എണ്ണത്തിലാണ് ഈ സ്ലൈറ്റ് എഴുതുകയും അത് ആരൊക്കെ വാരിക്കളി കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് എത്ര എണ്ണത്തിന് വെട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ ആ കളത്തിൽ വെട്ടുന്നവരാണ് വിജയികൾ. ആവേശം മൊത്തം അടിയുണ്ടോ? ഇല്ല, ആവേശം കണ്ടിട്ട് എനിക്കെന്നെ പേടിയാവുന്നുണ്ട്. എന്താ ആവേശം? എന്താ കഴിച്ചേക്കുന്ന ആവേശം കൂടെ? എന്താ അടിച്ചു ആവേശം കൂട്ടാൻ ലാർജ് അടിച്ചൊന്ന് പുള്ളിയൊരു സന്തോഷമുണ്ട്. എന്തായാലും മൊത്തത്തിലൊരു ആവേശമാണ് ഈ കളത്തിൽ. ചേട്ടാ ജയിക്കോ? ജയിക്കും, ഉറപ്പ്. എങ്ങനെ ഈ ആവേശം? അതങ്ങനെ നമ്മുടെ ഒരു മൈൻഡാണ്. ജയിക്കും. കുറെ വർഷം പകട കളിച്ചതല്ലേ, ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് എങ്ങനെ ആവേശം കൊള്ളുന്ന കാണാൻ? തീർച്ചയായിട്ടും ആവേശമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതാണ് ഞങ്ങളുടെ പകിടകളി എന്ന് പറയുന്നത്. എൻ്റെ കൊച്ചിയിലത്തെ തൊട്ട് ആവേശത്തോടെ കളിച്ച് വന്നതാണ്. പ്രായമായതുകൊണ്ട് ഇത് ഓണം ആയിക്കഴിഞ്ഞാൽ ഇത് സജീവം. ഓണം കൊണ്ട് തീരും. അപ്പൊ എന്നോട്ട് തുടങ്ങും അവിട്ടം? അത് 1 മാസം മുമ്പ് തുടങ്ങിയത്. അവിട്ടത്തിന് ഇന്ന് ഫൈനലാണ്. ഓണം വരവറിയിക്കുന്നത് ഇവർക്ക് പകിടകളിയിലാണ്. പകിട 12. എന്തായാലും ഇവിടെ കളി മുത്തിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു കളി കാണണമെങ്കിൽ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കോട്ടയത്തേക്ക് പോരെ കാണാം. ഈ കളി കണ്ട് രസം പിടിച്ച വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ ഇൻ റിപ്പോർട്ടർ കോട്ടയം. അതാണ് പകിടകളി അല്ലേ? പകിടകളിയുടെ കാര്യത്തിൽ എത്ര വലിയ ഊർജ്ജം എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു ലാർജ് അടിച്ചിട്ട് വന്നിട്ടുണ്ടെന്ന്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നൊരു മുന്നറിയിപ്പ് കൂടി നമ്മൾ പ്രേക്ഷകർക്ക് നൽകുന്നു. ഓണമല്ലേ, ഓണാഘോഷമല്ലേ പകിടകളി അല്ലേ? അങ്ങനെ ഓരോ പ്രാദേശികമായിട്ടുള്ള ആഘോഷങ്ങളും കളികളും ഒക്കെയാണ് നമ്മുടെ നാടിനെ സുന്ദരമാക്കി മാറ്റുന്നത്.